വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൻ്റെ പഠന ക്ലാസ്സുകൾ ഏകദേശം അതിൻ്റെ അവസാന ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ അള്ളാഹു നൽകിയിട്ടുള്ള ലോകത്ത് കാണിച്ചു തരുന്ന പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തരമായ കഴിവുകളൊക്കെ പറഞ്ഞു. അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ആകാശത്തുനിന്ന് മഴ തന്നുകൊണ്ട് ഭൂമിയെ മുഹ്ളറത്താക്കുന്ന, പച്ചപ്പുണ്ടാക്കുന്നത് അവനാണെന്ന് പറഞ്ഞു. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അള്ളാഹ് സൂക്ഷ്മമായി മനുഷ്യൻ്റെ കർമ്മങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അള്ളാഹുവിൻ്റെ മറ്റു ചില സവിശേഷതകളാണ് ഇന്ന് പഠിക്കാനുള്ളത്. അതിൽ 63-ാമത്തെ ആയത്ത് എല്ലാവരും ഒന്നുകൂടി ഓതണം. കഴിഞ്ഞ ആഴ്ചയിൽ ആരെങ്കിലും വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة إن الله لطيف خبير. ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة إن الله لطيف خبير. ലത്തീഫും ഖബീർ എന്ന് പറയില്ല, ഖാ വന്നല്ലോ. അപ്പോൾ ഇസ്തിഅലായിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോൾ ലത്തീഫുൻ ഖബീർ. ഒന്നുകൂടി ചോദിക്കാം. ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة إن الله لطيف خبير. അടുത്ത ആയത്ത് ശ്രദ്ധിക്കാൻ ഞാൻ ഓതി തരുന്ന ഭാഗം ഖുർആനിൽ നോക്കി പഠിക്കാം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് له ما في السماوات وما في الأرض وإن الله لهو الغني الحميد. وإن الله لهو الغني الحميد. ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره تجري في البحر بأمره ويمسك السماء أن تقع على الأرض ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم. إن الله بالناس لرؤوف رحيم. له ما في السماوات وما في الأرض وإن الله لهو الغني
ലഹുവൽ ഗനിയ്യുൽ ഹമീദ്. നേരത്തെ ലത്തീഫ് അള്ളാൻ്റെ നാമാണ്, ഖബീർ അള്ളാൻ്റെ നാമാണ്, അൽ ഗനിയ്യ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമാണ്, അൽ ഹമീദ്. അതേപോലെ തന്നെ അടുത്ത ആയത്തിൽ റഊഫ്, റഹീം എന്നൊക്കെ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ പെട്ടതാണ്. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർള്, സഖറ ലക്കും മാ ഫിൽ അർളി വൽ ഫുൽക തജ്രി, തജ്രി എന്ന് പറയില്ല, തജ്രി, രാക്ക് കസർ ഒന്ന രാന, തജ്രി, തജ്രി ഫിൽ ബഹ്രി ബി അംരി, മൂന്ന് കണ്ട്, തജ്രി ബഹ്രി അംരി, റാക്ക് കസർ വരുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, തജ്രി ഫിൽ ബഹ്രി ബി അംരി വയുംസികു സ്സമാഅ അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇദ്നി, ദാല് പുള്ളിണ്ട്, അപ്പോൾ ഇദ്നി എന്ന് പറയരുത്, ബിഇദ്നി, ബിഇദ്നി. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, ലറഊഫുർ റഹീം. ഒന്നുകൂടി ശരിയാക്കി മതി. ലഹു മാ ഫിസ് സമാവാതി വഇന്നല്ലാഹ ലഹു. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർളി വൽ ഫുൽക തജ്രി ഫിൽ ബഹ്രി ബിഅംരിഹി വയുംസികു സ്സമാഅ അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇദ്നിഹി. ചിലർ ഇദ്നി കറക്റ്റല്ല, നിങ്ങൾ അലം തറ അന്നല്ലാഹ സഖറ ലക്കും ഒന്നുകൂടി ചോദിക്കേ. അല്ലെ ഇതിനി എന്നുള്ളടത്ത് ഇതിനി ചിലരുടെ വരുന്നത് ദാ വരുന്നുണ്ട്, ദാലല്ല ദാന്നാ വരും, ഇല്ല ബി ഇദ്നി, ഇദ്നി, ഇതിനി എന്ന് പറഞ്ഞ രൂപത്തിൽ വരാൻ പാടില്ല, വേറെ അർത്ഥം വരിക. അൻ തഖഅ അലൽ അർളി ഇല്ലാ ബി ഇദ്നി. ശരി. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ലഹു അവനുള്ളതാണ്, ലഹു അവനുള്ളതാണ്, മാഫിസ് സമാവാത്തി ആകാശത്തിലുള്ളത്, വമാഫിൽ അർളി ഭൂമിയിലുള്ളത്. ആയത്തിൽ കുറിച്ച് ചോദിക്കും, എന്താ പറയുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം, പിന്നെ ലഹു മാഫിസ് സമാവാത്തി വമാഫിൽ അർള്, അവൻക്കുള്ളതാണ് ആകാശങ്ങളിലുള്ളതെല്ലാം, അവൻ്റെതാണ്, ഭൂമിയിലുള്ളതെല്ലാം അവൻ്റെതാണ്. നമ്മളോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞെന്തറിയോ? വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് തന്ന സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ ചെലവാക്കി, നിങ്ങൾ ഉണ്ടാക്കിയതൊന്നുമല്ല, നാം നിങ്ങൾക്ക് തന്നതാണ്. എല്ലാം അള്ളാൻ്റെയാണ്, എല്ലാം അവനുള്ളതാണ്. പടച്ചോൻ നമുക്ക് തൽക്കാലത്തിന് ഇങ്ങനെ തന്നിക്കണ എല്ലാം. ലഹു അവനുള്ളതാണ്, മാഫിസ് സമാവാത്തി ആകാശങ്ങളിലുള്ളതെല്ലാം, വമാഫിൽ അർളി ഭൂമിയിലുള്ളതെല്ലാം, വഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലഹുവ അവൻ തന്നെയാകുന്നു, അൽ ഗനിയ്യു എല്ലാ നിലക്കുമുള്ള സർവ ഐശ്വര്യങ്ങളുടെയും ഉടമയായ, ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവൻ, ഗനിയ്യ്, അൽ ഗനിയ്യ് സ്വയം മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവൻ, അൽ ഗനി. അൽ ഹമീദ് സ്തുതിക്കപ്പെടുന്നവൻ, ഏറെ മഹത്വപ്പെടുത്തേണ്ടവൻ അവനാണ്, ഹംദിന്റെ ഉടമയായവനാണ് അവൻ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മല്ലകഹു ജമീഅൽ അഷ്യാ, അല്ലെങ്കിൽ മുൽക്കിഹി ജമീഅൽ അഷ്യാ, എല്ലാ വസ്തുക്കളുടെയും ഉടമ അവനാണ്. ഇവിടുത്തെ ചെറിയ ഉറുമ്പ് മുതൽ ഭീമാകാരമായ നീലത്തിമിംഗലങ്ങൾ വരെ അള്ളാൻ്റെയാണ്.
ആകാശഭൂമി ലോകത്ത്, ഈ പ്രപഞ്ച ലോകത്തെ ഗാലക്സി അടങ്ങുന്ന സർവ്വ കോടിക്കണക്കിന് സംഭവങ്ങളെല്ലാം അവൻ്റെയാണ്. വഹുവ ഗനിയ്യുൻ അമ്മാ സിവ, അള്ളാഹ്ക്ക് ഒരാളെയും ആശ്രയിക്കേണ്ട ഒരാവശ്യമില്ല, ഒരു കാര്യത്തിനും ഒരാളെ ആശ്രയിക്കേണ്ട. വകുല്ലു ഷൈഇൻ ഫഖീറുൻ ഇലൈഹി, അള്ളാഹുവിലേക്ക് എല്ലാവരും ഫഖീറാണ്. ദ ഫഖീർ എന്ന് പറഞ്ഞാൽ ഫഖീർ പാവപ്പെട്ടവൻ എന്നുള്ള നിലക്കല്ല, സഹായം ആവശ്യമുള്ളവൻ ഫഖീർ, ദാരിദ്ര്യമുള്ളവൻ, ആവശ്യമുള്ളവൻ എന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് ഫഖീർ. ആവശ്യമുള്ളവൻ എന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് ഫഖീർ. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൻ്റെ കൊട്ടാരത്തു നിന്ന് പടിയിറങ്ങിപ്പോന്നു. മൂസാ നബിനെ കൊല്ലുമെന്നുള്ള ഗൂഢമായ മീറ്റിംഗ് വിവരം ഒരാൾ വന്നിട്ട് മൂസാ നബിനോട് പറഞ്ഞു, നിങ്ങളെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ട്, നിങ്ങൾ ഇവിടുന്ന് വേഗം നാട് വിടണം. ചില ആളുകളെ രക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തുക എന്നാലും അയാൾ വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവിടെ ചർച്ച നടക്കുന്നുണ്ട്, നിങ്ങളെ കൊല്ലാനുള്ള സാധ്യത, നിങ്ങൾ നാളെ ഇവിടുന്ന് ആകുമ്പോഴത്തേന് വേഗം രക്ഷപ്പെടണം. അപ്പോൾ മൂസാ നബി കൊട്ടാരത്തിൽ നിന്ന് പതുക്കെ ചാടുകയാണ്. അവിടുന്ന് ഉള്ള രൂപത്തിൽ വേഗത്തിൽ അവിടുന്ന് ചാടി രക്ഷപ്പെട്ടു പോന്ന് പിന്നെ നടന്ന് എത്തിപ്പെടുന്ന മദിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്ത് എത്തി അവിടെ ഇരിക്കുമ്പോഴാണ് മരത്തിൻ്റെ ചോട്ടിലിരുന്ന് വിശ്രമിക്കാൻ. കാരണം പോകാനൊരു വീടില്ല, ജോലിയില്ല, ഭാര്യയില്ല, മക്കളില്ല, ഉമ്മല്ല, വാപ്പല്ല, പൈസല്ല, ഭക്ഷണമല്ല. നമ്മൾ ഗൾഫ് പോയിട്ട് ഗൾഫിലെ അമ്മക്ക് ആരുമില്ല, ഒരു റൂം കിട്ടിയിട്ടില്ല, വിസ കിട്ടിയിട്ടില്ല, ഈ കാമൻ്റെ പേപ്പർ കിട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ ഒരു ബക്കാലിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ് എന്തായാലും ചോദിക്കും. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഇന്നി അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, പടച്ചവനെ എനിക്ക് എന്ത് ഖൈറ് തന്നാലും ഞാൻ ഫഖീറാണ്, ഞാൻ ആവശ്യക്കാരനാണ്, എനിക്ക് എന്ത് കിട്ടിയാലും ആവശ്യപ്പെടും, ഒന്നുമില്ല എനിക്ക്. അല്ലാഹു തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. എന്തുണ്ടായി? ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ വന്നിട്ട് മൂസാ നബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട്, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വെള്ളം കോരി കൊടുത്ത് സഹായിച്ചില്ലേ, അതിനെന്തോ തരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. വാപ്പാനോട് കാര്യങ്ങൾ സംസാരിച്ചു. ഒരു മകളെ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. 8 കൊല്ലം എൻ്റെ ആടിനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. വേണമെങ്കിൽ 10 കൊല്ലം നിൽക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. ഇവിടെ ഭക്ഷണവും താമസമൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞു. ഒരു ഭാര്യനെ കൊടുത്തു, സ്വന്തം മകളെ കെട്ടിച്ചു കൊടുത്തു. എല്ലാം കിട്ടി, സമ്പത്ത് കിട്ടി, ജോലി കിട്ടി, താമസം കിട്ടി, ഭക്ഷണം കിട്ടി, കൂടെ താമസിക്കാൻ ആളെ കിട്ടി. പടച്ചോനെ തവക്കുലാക്കുക എന്ന് പറയുന്നതിൻ്റെ പാഠം പഠിപ്പിച്ചു. അപ്പോൾ ഫക്കീർ, അല്ലാഹു തആല ഗനിയാണ്, നമ്മളൊക്കെ ഫക്കീറാണ്. ഇവിടുത്തെ പൈസക്കാരൊക്കെ ഫക്കീറാണ്. ആരുടെ മുമ്പിൽ? ഇലൈഹി, അവൻ്റെ മുമ്പിൽ. അബ്ദുൻ ലദൈ, അവൻ്റെ അടുത്ത് അടിമകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഫക്കീറായിട്ടാണ് പോകുന്നത്. എന്താവശ്യങ്ങളും അള്ളാഹുവിലേക്ക് നിരത്തി വെക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നമ്മുടെ എല്ലാ ശ്രമവും ശക്തിയും അള്ളാഹു അല്ലാതെ മറ്റൊന്നില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്നിട്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, അവൻ ആരാണ്? അലം തറ, നീ കാണുന്നില്ലേ? അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർള്. അലം തറ നബിയെ, നിങ്ങൾ കാണുന്നില്ലേ? അന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു, സഖറ ലക്കും. എന്താ സഖറ എന്നല്ല ഖുതുബയിൽ പറഞ്ഞ വാക്കാണ്. ആരൊക്കെ ഉറങ്ങാതെ ഖുതുബയൊക്കെ നോക്കട്ടെ. സഖറ, സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ, നമ്മളിപ്പോൾ ഇടക്കിടക്ക് പറഞ്ഞ വാക്കിരിക്കും. എന്താ സഖറ? സഖറ തീയോ? ചിലർക്ക് അറിയാം, തെറ്റുമെന്ന് പേടിച്ചിട്ടും ഉണ്ടായിരിക്കണം ആൾക്കാർ. ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇവിടെ ഇന്ന പഞ്ഞിക്കിടുമെന്ന് ബേജാറായിട്ട് അങ്ങനെ കുറേ ആൾക്കാർ. ഇതിലൊരു ബേജാറുമില്ല. സഖറ, എനിക്ക് കീഴ്പ്പെടുത്തി തന്നവൻ, എനിക്ക് കീഴ്പ്പെടുത്തി തന്ന. സഖറ, സുബ്ഹാനല്ലാഹ്, പ്രാർത്ഥന എന്ന് പറഞ്ഞാണ് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന. എങ്ങനെ? മുഖ്രിനീന. പിന്നെ വഇന്ന ഇലാ റബ്ബിന മുൻകലിബൂൻ. കാഫാണോ ഖാഫാണോ? കേഫാണോ? ഖാഫാണ്. ഖാഫ്, പുള്ളിയുള്ള ഖാഫ്. മുൻഖലിബൂൻ, മുൻഖലിബൂൻ.
അതിന് ശേഷം ഞാൻ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയ പ്രാർത്ഥനയാണ്. നമ്മുടെ ദീർഘമായ യാത്രകളിലൊക്കെ പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥന. അല്ലാഹുമ്മ അൻത സ്വാഹിബു ബിസ്സഫർ എന്നുള്ള ആ പ്രാർത്ഥന പഠിച്ചു വെക്കുക. അദ്കാറിൻ്റെ കിതാബിലുണ്ട്, ജമീലിൻ്റെ ആപ്പിലുണ്ട്, പീസ് റേഡിയോൻ്റെ ആപ്പിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഖറ ലക്കും മാ ഫിൽ അർളി, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. ആനനെ ഓടിക്കണ, ആനനെ പിന്നാലെ നടക്കണ ആ ചെങ്ങായിനെ കണ്ടില്ലെങ്കിൽ ചെറിയൊരു മനുഷ്യൻ ഒരു ചെറിയ വടി കമ്പ് കൊടുത്തിട്ടാണ് നടക്കുന്നത്. നമുക്ക് കീഴ്പ്പെടുത്തി നിൽക്കുക. 350 ആൾക്കാർ പോണ ഫ്ലൈറ്റ് ഓടിക്കണ ഒരു ചെറിയ മനുഷ്യനാണ്. ഭൂമിയിലെ കോടിക്കണക്കിന് ബിസിനസ്സിൻ്റെ വമ്പൻ സാമ്രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളൊരു ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് ഒരു ലാപ്ടോപ്പും ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ബിസിനസ് ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പടച്ചോൻ പലതും ഈ ദുനിയാവിൽ സഖറ ലക്കും മാ ഫിൽ അർളി, ഭൂമിയിൽ അല്ലാഹു മനുഷ്യരെ നിങ്ങൾക്ക് പലതും കീഴ്പ്പെടുത്തി തന്നു. മിൻ ഹയവാൻ, മൃഗങ്ങളെ, വ ജമാദ്. ജമാദ് ജമാദ് പറഞ്ഞാൽ മേശ, ചുമര്, ടേബിള് പോലുള്ള സാധനങ്ങളില്ലേ. അപ്പോൾ എന്താ പറയാ? പുസ്തകമൊക്കെ എന്താ പറയാ? അല്ല, അത് ഫർണിച്ചറിന് മൊത്തത്തിൽ വസ്തുക്കൾക്ക് എന്ത് ഞാൻ പറയാം? നിർജീവ സാധനങ്ങൾ. ജമാദ് നിർജീവ വസ്തുക്കൾ എല്ലാം നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. ജമാദ് കൃഷി വസ്തുക്കൾ, ഫ്രൂട്ട്സ് എല്ലാം മനുഷ്യന്മാർക്ക് കിട്ടാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു ക്രമീകരിച്ച് പാകപ്പെടുത്തി. കമഖാൽ, മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ മിൻഹു. വേറെ ആയത്തിൽ പറഞ്ഞത് എല്ലാം കീഴ്പ്പെടുത്തി കൊടുത്തു. ആകാശത്ത് കൂടെ പോകാൻ അസൗകര്യം, കടലിൽ കൂടെ പോകാൻ അങ്ങനെ സൗകര്യം, റോട്ടിൽ കൂടെ പോകാൻ അങ്ങനെ സൗകര്യം, എന്തെല്ലാം അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. എന്നിട്ട് മിൻ ഇഹ്സാനിഹി വ ഫദ്ലിഹി വ ഇംതിനാനിഹി, അല്ലാഹ് നിങ്ങൾക്ക് ചെയ്ത ഗുണമാണ്, അല്ലാഹ് മനുഷ്യർക്ക് നൽകിയ ശ്രേഷ്ഠതയാണ്, അല്ലാഹ് നൽകിയ അനുഗ്രഹമാണ്. വൽ ഫുൽക, എന്നിട്ട് പ്രത്യേകം പറഞ്ഞു കപ്പലുകളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനാണ്. തജ്രി, അത് സഞ്ചരിക്കുന്നു, ഫിൽ ബഹരി, കടലിലൂടെ, ബി അംരിഹി, അവന്റെ കൽപ്പന പ്രകാരം. കപ്പലിൽ സഞ്ചരിച്ചോര് കൈവന്തിച്ച്, കപ്പലിൽ കയറി സഞ്ചരിച്ചോരെന്ന് കൈവന്തിച്ച് ഒരാള്. മാഷാ അല്ലാഹ്. ബാക്കിയുള്ളവരൊക്കെ പോണ്ട യാത്രയാണ് കപ്പൽ യാത്ര. എന്താണ് സംഭവം എന്ന് അറിയണ്ടേ? ഒരു ദിവസം പോയിക്കോളി, എവിടെയെങ്കിലുമൊക്കെ 500 ഉറുപ്പിക ചിലവുള്ളൂ, പോകുമ്പോൾ എന്നെയും കൂട്ടിയാൽ മതി. അപ്പം എന്താ വെച്ചാൽ നമ്മൾ പോണ യാത്ര എന്തിനാണ്? കപ്പലിൽ യാത്ര പോകണം എന്തിനാണ്? തജ്രി ഫിൽ ബഹരി ബി അംരി. അത് എങ്ങനെയാണ് ഈ കടലിൽ കൂടെ പോണത് നോക്കി. നമ്മൾ കടലിലേക്ക് ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു തിരമാലടിച്ച് നമ്മൾ തള്ളി ഇങ്ങോട്ട് പോരാണ്. ഈ ഭാരമേറിയ ഇത്രയും 2, 3, 4 നിലയുള്ള വലിയ കൂറ്റൻ കെട്ടിടം പോലത്തെ കപ്പൽ ഇങ്ങനെ സുഖമായിട്ട് പോവാണ്. ലക്ഷദ്വീപിലേക്കൊക്കെ പോകുന്ന യാത്രയിൽ കപ്പലിൽ പോകുമ്പോൾ നമുക്കൊരു ബേജാറുണ്ട്, എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും അറിഞ്ഞില്ല. ട്രെയിനിൽ പോണത് പോലും നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ എല്ലാ കപ്പൽ യാത്ര അങ്ങനെ ആവില്ല. ചില സമുദ്രങ്ങളിലൊക്കെ ചെന്നാൽ ആടലും തിരിയലും മറിയലൊക്കെ ഉണ്ടാവും. വലിയ ഒരു പ്രയാസമില്ലാത്ത ശാന്തമായൊരു ട്രാക്കിലൂടെയാണ് ലക്ഷദ്വീപ് ടു എറണാകുളം വരെയുള്ള യാത്രകളുണ്ട്. 1 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ലക്ഷദ്വീപിലെ പൊതുവെ അവരുടെ ഷിപ്പ് യാത്ര ആദ്യത്തെ ദ്വീപിലേക്ക് എത്താൻ 3 ദിവസത്തെ യാത്ര ഉണ്ടാവും. അവസാനത്തെ ദ്വീപ് എന്ന് വരുമ്പോൾ 1 ദിവസത്തേക്ക് ചുരുങ്ങി വരും. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ശരിക്കും കുറച്ചങ്ങനെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ 4 പുറം നമുക്ക് കാണുന്നത് വെറും വെള്ളം മാത്രമാണ്. നെറ്റ്വർക്ക് കണക്ഷനുകളൊക്കെ ബ്ലോക്കായി. പിന്നെ അവിടെ സഞ്ചരിക്കുന്നത് ഈ കടലിൻ്റെ ഉള്ളിലൂടെയുള്ള നമ്മുടെ ഒരു സഞ്ചാരമാണല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും ഇത്ര ഭാരമേറിയ കപ്പൽ ഓടിക്കുന്ന പിന്നെ ആളടുത്ത് നമ്മൾ ചെന്ന് സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ കയറി ചെന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ ഈ വാച്ചിൻ്റെ ഒരു 4 വാച്ചിൻ്റെ റൗണ്ടുള്ള ഒരു ചെറിയ സാധനമുണ്ട്. അയിമയാണ് മൂപ്പര് ഈ സാധനം തിരിച്ച് കൺട്രോൾ ചെയ്ത് പോകുന്നത്. ലെഫ്റ്റും റൈറ്റും ഒക്കെ തിരിക്കുന്നത് ഇത്ര വലുപ്പമുള്ളൊരു റൗണ്ട് സാധനമുണ്ട്. അയിമ ഇങ്ങനെ തിരിച്ചിട്ടാണ് പോകുന്നത്. ഇത്രയും വലിയ കപ്പൽ അത്ഭുതകരമായിട്ട് നമുക്കിങ്ങനെ തോന്നിപ്പോവും. അതേപോലെ തന്നെ പടച്ചറബിൻ്റെ ഈ മഹത്തരമായി ഇത്രയും ആഴമേറിയ കടലിലൂടെ അത് മറിയാതെ അത് നിലക്കാതെ അങ്ങനെ പോകാനുള്ള കഴിവ് പടച്ചോണ്ടാക്കിയൊരു സംവിധാനമാണ് ഈ ലോകത്ത്. ആകാശലോകത്ത് കൂടെ പറക്കുന്ന ഫ്ലൈറ്റിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഫ്ലൈറ്റിൻ്റെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കി നിങ്ങൾ.
ഒന്ന് ആടി ഉലഞ്ഞാൽ, ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നിപ്പോയാലുണ്ടാകുന്ന അവസ്ഥ എന്ന് ആലോചിച്ചു. അതിങ്ങനെ പോണത് എന്തുണ്ട്? അതൊന്നും നമ്മൾ എയർ ഇന്ത്യനെ കുറ്റം പറഞ്ഞിട്ടും സൗദി എയർലൈൻസിനെ കുറ്റം പറഞ്ഞിട്ടും എവിടെയും പറഞ്ഞിട്ട് പടച്ചോൻ്റെതായ ഒരു കുതിരത്തിൻ്റെ ഇടയിൽ കൂട്ടിയാണ് ഈ പോണത്. ഈ ബോധം അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മനുഷ്യന്മാർക്ക് വേണം. റോട്ടിലൂടെ പോണ വാഹനം, നമ്മൾ അയാളെ എത്ര എക്സ്പീരിയൻസ്ഡ് ആയ ഡ്രൈവറാണെങ്കിലും ശരി, അവർക്കും പല അപകടങ്ങൾ സംഭവിക്കുന്നല്ലോ. അതെന്തുകൊണ്ടാണ്? പടച്ചോനാണ് ഈ റോഡ് നമുക്ക് സംവിധാനിച്ചിരുന്നത്. അവിടെ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് പലതും തെന്നിപ്പോകും, മാറിപ്പോകും. അതുകൊണ്ട് ഈ വാക്യം നമ്മൾ ഓർമ്മ ഉണ്ടായാൽ മതി. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദ് വൽ ഫുൽക തജ്രി ഫിൽ ബഹർ ബിഅംരി. അവൻ്റെ കൽപ്പന പ്രകാരം കപ്പലിങ്ങനെ കടലിലൂടെ സഞ്ചരിക്കുന്നു. ബിതസ്ഖീരിഹി വതസ്യീരിഹി. അവന് നന്മ തേടിയും അവന് എളുപ്പം തേടിയും ആ യാത്രയുണ്ട്. ഫിൽ ബഹരിൽ അജാജ്. നല്ല ഇളകിയും മറിയുന്ന കടലിലൂടെ അവന് സഞ്ചരിക്കാൻ പറ്റുന്നു. വലത്തലാത്തുമുല്ലംവാജ്. കൂറ്റൻ തിരമാലകൾക്കിടയിലൂടെ കപ്പലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. തജ്രിൽ ഫുൽക ബിഅഹ്ലിഹാ ബിരീഹിൻ ത്വയ്യിബ വരിഫ്കിൻ വതുഅദ ഫയഹ്മിലൂന ഫീഹാ മാ ശാഉ മിൻ തജാഇറ വബദായിഅ വമനാഫിഅ. ചരക്ക് കപ്പലുകൾ, എത്ര ടണ്ണ് കണക്കിന് വിഴിഞ്ഞ തുറമുഖത്ത് വരുന്ന കപ്പലുകളുടെ അവസ്ഥ എന്താ? നമ്മൾ അത് പഠിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇറാൻ പ്രശ്നം രൂക്ഷമായി ഹോർമോസ് കടലിടുക്ക് വഴി കപ്പലുകൾ വരാതായപ്പോഴാണ് നമ്മൾ ഈ കപ്പൽ കൂടെ വരുന്ന ലഗേജിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഓരോ രാജ്യത്തുനിന്ന് ഓരോ പ്രൊഡക്റ്റ്, നമ്മുടെ നാട്ടിലെ ഏത് മേഖലയാണ് ഈ യുദ്ധം ബാധിക്കാത്ത നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഏത് മേഖലയാണ്? നമ്മൾ കച്ചവട രംഗത്ത്, കൊമേഴ്ഷ്യൽ രംഗത്ത്, ഇൻഡസ്ട്രിയൽ രംഗത്ത് ഒക്കെ കപ്പലിലൂടെയുള്ള ലഗേജുകളുടെ വരവ് നിൽക്കുമ്പോൾ എല്ലാ സംഭവങ്ങളെയും ബാധിക്കുക. 10 ദിവസം കൊണ്ട് ഓർഡർ ചെയ്താൽ കിട്ടുന്ന സാധനം 3 ആഴ്ച കഴിഞ്ഞ് 4 ആഴ്ച കഴിഞ്ഞിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടാവും. അതൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, പടച്ചോൻ തന്നിരിക്കുന്ന ഒരു സൗകര്യമാണ്. മിൻ ബലദിൻ ഇലാ ബലദിൻ. ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുക. വഖത്വരിൻ ഇലാ ഖത്വരിൻ. ഒരു ഭൂപ്രദേശത്ത് നിന്ന് വേറൊരു ഭൂപ്രദേശത്തേക്ക്. വയഅ്തൂന ബിമാ ഇൻദ ഉലൈക ഇലാ ഹഉലാ കമാ ദഹബു ബിമാ ഇൻദ ഹഉലാ ഇലാ ഉലൈക മിമ്മാ യഹ്താജൂന ഇലൈഹി. ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ആവശ്യക്കാർ കൊണ്ടെത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന വഴിയാക്കി കടലിന് അല്ലാഹ് തന്നിരിക്കുന്നു. വയത്ലുബൂന വയുരീദൂന. ഉദ്ദേശിക്കുന്ന പോലെ പോകാൻ പറ്റും. ഇതൊക്കെ അല്ലാഹ് തന്നതാണ്. ഞാൻ നോദിക്കേ. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർളി വയുംസികു السماء അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇذനിഹി ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അതുപോലെ അല്ലാഹു തആല തന്ന സംവിധാനമാണ്. വയുംസികു. അവൻ പിടിച്ചു വെച്ചു. അസ്സമാ. ആകാശത്തെ. അൻ തഖഅ അലൽ അർളി. ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാൻ. ഇല്ലാ ബിഇذനിഹി. അവൻ്റെ അനുവാദത്തോടെയല്ലാതെ. ആകാശം ഇങ്ങനെ ഇടക്കിടക്ക് നമ്മളെ ടെറസിന് കോൺക്രീറ്റ് വീണമായി ഇടക്കിടക്ക് ആകാശം ഇങ്ങനെ താഴത്തേക്ക് വീഴായിരുന്നെങ്കിൽ എന്തായിരിക്കും? അത് വീഴാതിരിക്കാൻ അള്ളാന്റെ അനുമതി പ്രകാരം അല്ലാതെ അത് പൊട്ടിച്ചാടില്ല. അള്ളാന്റെ അനുമതി പ്രകാരം എന്ന് പറഞ്ഞാൽ ഇത് സമാഉൻ ഫതറത്, ഇത് ശംസു കുവ്വിറത്. പൊട്ടിച്ചാടുന്ന ഒരു ദിവസം ഉണ്ട്, ഖിയാമത്ത്. അതുവരെ ആകാശത്തെങ്ങനെ ഭദ്രമാക്കി പിടിച്ചു വെച്ചിക്കണം അള്ളാന്റെ അനുമതി. താഴേക്ക് വീണാൽ ഭൂമിയിലുള്ള മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക് വലിയ പരിക്കുണ്ടാവും. അപ്പം അള്ളാഹ് പിടിച്ചു വെച്ചത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമായി നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് റഊഫാണ്, ദയയുള്ളവനാണ്. റഹീം, കാരുണ്യമുള്ളവനാണ്. നമ്മൾ അള്ളാഹിനെ പറ്റി എന്താ പഠിക്കുക? അള്ളാഹ് നരകമുണ്ടാക്കി, അള്ളാഹ് തീരെ കാരുണ്യമില്ലാത്തവനാണ്. അള്ളാഹു താല ഇവിടെ ഒരുപാട് രോഗികളുണ്ടാക്കി, അത് ഒരുപാട് വികലാംഗന്മാരുണ്ടാക്കി, അത് ഇത്രയും കുട്ടികൾ അവിടെ ഇറാനിൽ കൊന്നു, മറ്റോടത്ത് കൊന്നു. ഇതൊക്കെ അള്ളാഹ് കൊന്നതാണ്. ഈ നിലക്കുള്ള എല്ലാ ഗ്യാപ്പിൻ്റെയും ഇടയിൽ ഒരു ദൈവനിഷേധം കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് എത്തിസ്റ്റുകൾ ആലോചിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ, ഏത് ഗ്യാപ്പിലാണ് അവർക്ക് ഗോളടിക്കാൻ പറ്റുക എന്നാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടാണ് എന്തൊരു ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായ സംഭവം വരുന്നിടത്തും ഫസ്റ്റ് ചർച്ചയാവുക ദൈവമായിരിക്കും ചർച്ച വരിക. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ചർച്ച വന്നല്ലോ.
എവിടെ ദൈവം എന്ന് ചോദിച്ച ആൾക്കാരുടെ സമയത്ത് ഇങ്ങനെ ഓരോ ഗ്യാപ്പിൻ്റെ ഇടയിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കും, വർഗീയത പ്രചരിപ്പിക്കുന്നവരെ എവിടെയാണ് ഉപയോഗിക്കുക? അവൻക്കൊരു ചാൻസ് കിട്ടുന്നിടത്താണ്. വാൽപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ട മനുഷ്യന്മാരുടെ ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, രണ്ടാൾക്കാരുടെ കണക്ഷൻ നമുക്കുണ്ട്. അതിലൊരാൾ നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്ന ആളാണ്. ഏത് ക്ലാസ്സിൽ? എൻവിഷൻ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. കാഴ്ച പരിമിതർക്കുള്ള പഠന ക്ലാസ്സുകളിൽ 2-3 തവണ വന്നിരുന്ന ആളാണ് മജീദ് മാഷ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ പോരുകയാണ്. ഇയാൾക്ക് കാഴ്ച പരിമിതനാണ്, അപ്പോൾ എന്തിന് യാത്രക്ക് കൂടെ ആൾ വേണം. അങ്ങനെ ഭാര്യയും ഈ യാത്രയിൽ കൂടെ പോവുകയാണ്. അവർക്ക് വീടില്ലായിരുന്നു. 2 മാസം മുമ്പ് ജനങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടൊരു വീടുണ്ടാക്കി 2 മാസം ആ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. മക്കളില്ല. ഇപ്പോൾ ആ വീട്, അതിൻ്റെ ടൈൽസിൻ്റെ പെയിൻറ്റിൻ്റെ നിറം മാറിയിട്ടില്ല. ഇപ്പോൾ ആ വീട് കാലിയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനുമാണ് യാത്ര പോണത്. അപ്പോൾ ആ ടീച്ചറുടെ മോനെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണതിന് അന്ന് രാത്രി, അവർ ലാസ്റ്റ് കടന്നുറങ്ങുന്ന രാത്രിയിൽ മകൻ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, വാപ്പ ഞാൻ നിങ്ങളത്ത് കിടക്കട്ടെ? അപ്പോൾ വാപ്പ പറഞ്ഞു, ഇന്ന് ഇവിടെ കിടക്കണ്ട, ചൂട് ഇവിടെ തന്നെ, അല്ലെങ്കിൽ തന്നെ ചൂടാണ്, മടുത്ത് അവിടെ കിടന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനത്തിൽ തന്നെ ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കിടന്നു. ഒരു രാത്രി 2 മണി സമയത്ത് ഭാര്യ എന്തോന്ന് കണ്ട് പേടിച്ചിട്ട് ഒരു ദുസ്വപ്നം കണ്ട് ഇളകിയിട്ട് എണീറ്റു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അത് സമാധാനിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അന്ന് രാവിലെയാണ് അവർ വാൽപ്പാറയ്ക്ക് ടൂർ പോയത്. അന്ന് വൈകുന്നേരത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ കുട്ടിൻ്റെ ജനാസ കൊണ്ടുവന്നപ്പോൾ ആ വാപ്പ പറയുന്നുണ്ട്, എടാ എന്നോട് കടക്കാൻ ചോദിച്ചിട്ട് ആ രാത്രി അന്നൊന്ന് കെട്ടിപ്പിടിച്ച് കടന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മളൊക്കെ ലൈഫെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. ആ കുട്ടി ആ ചോദ്യം ചോദിച്ചതും അദ്ദേഹം അത് വിസമ്മതിച്ചതൊക്കെ ഒരു യാദൃശ്ചികമാണ്. പക്ഷെ തൊട്ടടുത്ത ദിവസം സംഭവിച്ചത് മറ്റൊന്നാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം എത്രയായിരിക്കും. അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് ഷറുകൾ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫാറൂഖ് ഭായി, നിങ്ങൾ ഫാറൂഖല്ല, കുമ്പളയിലൊരു ഫാറൂഖ് ഉണ്ട്. നമ്മൾ 2 ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പരിപാടിക്ക് പോയിരുന്നു. പോകുമ്പോൾ അദ്ദേഹം കാറെടുത്ത് വരും സ്റ്റേഷനിൽ. അദ്ദേഹം വേറെ എത്രയോ ആൾക്കാരുണ്ട്, പക്ഷെ മൂപ്പരാണ് അതിൻ്റെ ഇൻചാർജ്. മൂപ്പരാണ് വരിക. നല്ല വീടുണ്ട് അദ്ദേഹത്തിന്, 2 നില നല്ല ഭംഗിയുള്ള വീട്, നല്ല സൗകര്യങ്ങളുള്ള. നമ്മൾ ചെന്ന അദ്ദേഹം നിർബന്ധിക്കും, നമ്മൾ ഒന്ന് വാഷ്റൂം പോയി കുളിച്ചോളി, നിങ്ങൾ റെഡി ആയിക്കോളി. അങ്ങനെ അത്ര നല്ല ആതിഥ്യം സ്വീകരിക്കുന്ന, നല്ല ഭക്ഷണം വിളമ്പിത്തരുന്ന ആ മനുഷ്യൻ ഇന്നലെ സൗദിയിൽ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് അറ്റാക്ക് സംഭവിച്ച് കുഴഞ്ഞു വീണ് അവിടെ വെച്ച് മരണപ്പെട്ടു. ഇൻഷാ അല്ലാഹ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജനാസ കർമ്മങ്ങളുണ്ട്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ ആദർശ സഹോദരന്മാർ, തൗഹീദിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒട്ടനേകം മനുഷ്യർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. പടച്ചറബ്ബേ, നീ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ക്ഷമയും പ്രതിഫലവും പ്രദാനം ചെയ്യണമേ. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹ് മനുഷ്യരോട് ദയയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. അല്ലാഹ് നിങ്ങൾ ക്രൂരനായി അവതരിപ്പിക്കരുത്. അള്ളാഹുവിനെ ക്രൂരനായി അവതരിപ്പിക്കരുത്. മഅളുൽമിഹിം, മനുഷ്യൻ ചെയ്യുന്ന എന്തൊക്കെ ളുൽമുണ്ടായിട്ടും അല്ലാഹ് അപ്പം തന്നെ ശിക്ഷ കൊടുക്കണില്ല. മനുഷ്യൻ എന്തൊക്കെ ളുൽമ് ചെയ്തിട്ടും അല്ലാഹ് പുറത്തു കൊടുക്കുന്നു, മാപ്പ് കൊടുക്കുന്നു, വിട്ടുവീഴ്ച ചെയ്യുന്നു, സ്വർഗം കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റഊഫല്ലേ, അല്ലാഹ് റഹ്മത്തല്ലേ. അല്ലാഹു തആല പറഞ്ഞു, വഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ ലിന്നാസി അലാ ളുൽമിഹിം. മനുഷ്യൻ ചെയ്യുന്ന ളുൽമുകൾക്ക് റബ്ബിന്റെ അടുത്ത് മഗ്ഫിറത്തുണ്ട്. വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്. പടച്ചോൻ പുറത്തു കൊടുത്തില്ലെങ്കിൽ ശക്തമായ ശിക്ഷ വേറെയുണ്ട്. അള്ളാന്റെ കാരുണ്യാണ്. നമ്മൾ ചെയ്തതിന് ഇരട്ടി കൂലി. നമ്മൾ ചെയ്യാത്തൊരു പാപത്തിന് നമ്മളെ ശിക്ഷിക്കൂല. അങ്ങനെയുള്ള ഒട്ടനേകം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ, അള്ളാഹുവിൻ്റെ റഅഫത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, അതിനുവേണ്ടി ജീവിതത്തെ ക്രമീകരിക്കുന്ന
എല്ലാ ഖൈറുകളിലും പടച്ചറബിനെ സ്തുതിക്കുന്ന, എല്ലാ വിഷമങ്ങളിലും അള്ളാഹുവിനോട് ക്ഷമയോടെ അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന നല്ലവരായ സ്വാലിഹ്യങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും സമ്പത്തിലും മേഖലകളിലെല്ലാം അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൽ ഏറെ വലിയ ശ്രദ്ധയോടെയാണ് QHLS എന്ന ഈ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഇന്ന് മുതൽ ഈ ആഴ്ച മദ്രസയിലെ മുഴുവൻ രക്ഷിതാക്കളും അവരുടെ കുടുംബവും രജിസ്റ്റർ ചെയ്യേണ്ട സമയമാണ്. ഇവിടെ ഇരിക്കുന്ന മദ്രസ കമ്മിറ്റി അംഗങ്ങൾ, മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ മദ്രസയിലെ മുഴുവൻ രക്ഷിതാക്കളും ഈ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സമയമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളോടെല്ലാവരോടും പറഞ്ഞിരുന്നു, ആകെ 4-3 പേരാണ് രജിസ്റ്റർ ചെയ്തത്. മൊബൈൽ ഫോൺ ഉള്ളവരെല്ലാം അത് അപ്ഡേറ്റ് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. എല്ലാവരും സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ അറിവ് ധാരാളം ഉപകരിക്കുന്ന അറിവാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.